ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ഋതികയെ കല്യാണം കഴിച്ചെന്നറിഞ്ഞുകൊണ്ട് രുക്മിണിയും രമ്യയും കൂടെ കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് ഓടി വരുവാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ കൊച്ചമ്മണി പറയും, അതുകൊണ്ട് അടികൊണ്ട പാമ്പുകൾ വരുന്നുണ്ട്, വിഷപ്പാമ്പുകളാ, സൂക്ഷിച്ചോണേ, എപ്പോഴാ ചീറ്റുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രുക്മിണി വന്നിട്ട് പറയാം, എൻ്റെ മകളുടെ ജീവിതവും നശിപ്പിച്ച് എൻ്റെ കുടുംബവും തകർത്തു, ഇതിനൊക്കെ സമാധാനം പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയുക, അല്ല ചെറുക്കൻ നാട് വിട്ടു പോയതിന് ഇവരെ എന്തിനാ രുക്മിണി നീ വഴക്ക് പറയുന്നത്? നിങ്ങളൊരക്ഷരം മിണ്ടിപ്പോകരുത്, നശിച്ചു പോയത് എൻ്റെ മകളുടെ ജീവിതമാണ്, നിങ്ങളെ കൊണ്ട് ഞാനതിന് സമാധാനം പറയിക്കാതെ ഇവിടുന്ന് പോവത്തില്ല. അത് കേട്ടിട്ട് വേണുവട്ടം പറയാ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് വെല്ലുവിളിക്കുന്നത്? എൻ്റെ മകൻ രാജുവിനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കാമെന്ന് വാക്ക് തന്നതേ ദാ ഇവളാ, എൻ്റെ ഭാര്യ രാധമ്മ. രാജു ഒരിക്കലും നിങ്ങൾക്ക് വാക്ക് തന്നിട്ടില്ലല്ലോ. അവന് നിങ്ങളുടെ മകൾ രമ്യ ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ നാട് വിട്ടുപോയി. അത് കേട്ടിട്ട് വീണ്ടും നമ്മുടെ കൊച്ചമ്മണി പറയാം, അവൻ വല്ല തമിഴ്നാട്ടിലോ മറ്റോ പോയി കാണും, അവിടെ കാണാൻ വല്ല തമിഴത്തെയും കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കട്ടെന്നേ, അല്ലാതെ ചത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കാതെ അവരവരവരുടെ വീട്ടിൽ പോകാൻ നോക്ക്. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. ആരായിരിക്കും കാറിൽ വരുന്നതെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് പുതുമണവാളനായിട്ട് നമ്മുടെ രാജു ഇറങ്ങുവാണ്. അത് കണ്ടത് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. രാജു ഡോറ് തുറന്ന് ഋതികയും കൂടെ ഇറക്കി കഴിഞ്ഞപ്പോഴേ എല്ലാവരുടെയും സമാധാനവും പോയി. അവിടെ ഇപ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്നത് വേണുവേട്ടനും നമ്മുടെ കൊച്ചമ്മണിയും മാത്രമാണ്. രാജു അങ്ങനെ ഋതികയുടെ കൈയും പിടിച്ച് ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോഴേ, അതായത് രമ്യയുടെ കാശ് വാങ്ങി ജീവിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരുടെയും മുഖം അങ്ങ് വിളറിപ്പോയി. ജയനും പ്രിയയും ശ്രീലക്ഷ്മിയെല്ലാം ആകെ തകർന്ന പോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഭയങ്കര സന്തോഷത്തോടെ ഹൃദയം തുറന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ വേണുവേട്ടൻ അത് നോക്കി നിൽക്കുവാണ്. രമ്യയാണെങ്കിൽ തകർന്നുടങ്ങിയ ഒരു പ്രതിമ പോലെ ഇങ്ങനെ നിൽക്കുവാണ്. രുക്മിണിയാന്നേ പല്ലു കടിച്ചങ്ങനെ ശാപിക്കാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അമ്മയില്ലാത്ത കുട്ടിയാണ് ഋതിക മോള് എന്നും പറഞ്ഞ് ഒരുപാട് വാത്സല്യത്തോടെ കൊണ്ടു നടന്ന രാധമ്മയുടെ മുഖമൊന്ന് കാണണം. രാധമ്മ ദേഷ്യത്തിലിങ്ങനെ ചുവന്ന് തുടുത്ത് കൊണ്ണക്ക മുളച്ചോണ്ട് ഓടി അങ്ങോട്ട് ചെന്നിട്ട്, നിൽക്കടാ അവിടെ, ഒരടി നീ ഇനി മുന്നോട്ട് വെച്ചേക്കരുത്, ഈ മുറ്റത്തിന് നീ കാല് കുത്തി പോയേക്കരുത്, ഇറങ്ങിപ്പോടാ വെളിയിലോട്ട്. ഉടനെ പ്രിയയുടെ കണക്ക്, ഞങ്ങളെയൊക്കെ നാണം കെടുത്തിയിട്ട് നീ ഇവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ശ്രീലക്ഷ്മിയുടെ കണക്ക് അവളും പറയുന്നു, അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഇറങ്ങിപ്പൊയ്ക്കൂടെ ഇവിടുന്ന്. അത് കേട്ടോണ്ട് വേണുവട്ടം പറയാ, ഈ വീടിന് വാടക കൊടുക്കുന്നത് രാജുവാ, അവനാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, അല്ലാതെ നിങ്ങളാരുമല്ല. അതുകൊണ്ട് ഇതൊന്നും പറയാൻ നിങ്ങളാരും അർഹരല്ല. എല്ലാവരുടെയും മുന്നിലിങ്ങനെ സങ്കടത്തോടെ തലകുനിഞ്ഞ് നിൽക്കുവാണ് ഋതികയും രാജും. വേണുവേട്ടൻ ചോദിക്കുന്നു, എടാ നീ താലി കെട്ടിയ പെണ്ണാണോ ഇത്? അതേ അച്ഛാ. നിന്റെ നട്ടൽ പ്ലാസ്റ്റിക്കാണോടാ? താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ കല്യാണം കഴിച്ചത്? നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് അകത്തോട്ട് പോടാ, നായ്ക്കളിൽ നിന്ന് കുരയ്ക്കും. അതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ല. രുക്മിണിയും രമ്യയും കൂടെ തീപാറുന്ന കണ്ണുകൾ കൊണ്ട് ഋതികയും രാജുവിനെയും ഇങ്ങനെ നോക്കുവാണ്. രാജു സകല ധൈര്യവും സംഭരിച്ച് ഋതികയുടെ കൈയങ്ങ് മുറുക്ക പിടിക്കുവാണ്. പിടിച്ചോണ്ട് മുന്നോട്ട് നടക്കാൻ പോകുമ്പോൾ രാധമ്മ പെട്ടെന്ന്, അനങ്ങിപ്പോവരുത്, നിന്നെ ഈ വീടിനകത്തോട്ട് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. രാജു ആദ്യമായിട്ട് നട്ടെല്ല് നിവർത്തി രാധമ്മയോട് പറയുന്നു, ഞാൻ താലി കെട്ടിയ പെണ്ണാണ് ഋതികയെങ്കിൽ അവൾ എൻ്റെ കൂടൊപ്പം ജീവിക്കും, എങ്കിൽ എനിക്കതൊന്ന് കാണണവടാ. പ്രിയ പറയാ, അമ്മയുടെ മുമ്പിൽ അവൻ്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? കമ്മീഷനെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ജയം പറയുക, കല്യാണം വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയണമായിരുന്നളിയ, ഇങ്ങനെ ബാക്കിയുള്ളവരെ ഇട്ട് വലയ്ക്കണ്ടായിരുന്നു, എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർക്കണ്ടായിരുന്നു രാജുവേട്ട എന്ന് ഹരീഷിൻ്റെ വകയൊരു കംപ്ലൈൻറ്റ്. രാധമ്മയാണെങ്കിൽ കലിയിളകി നിൽക്കുക, എന്നെക്കൊണ്ട് ഇനി കൂടുതൽ പറയിപ്പിക്കരുത്, ഈ പെണ്ണിനെയും വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പൊയ്ക്കോണം. ഋതിക മേഡം വിളിച്ചോണ്ട് പിന്നെ ഋതിക മോളേന്ന് വിളിച്ച രാധമ്മയാണിപ്പോൾ ഈ പെണ്ണെന്നൊക്കെ വിളിക്കുന്നത്. രാധമ്മയുടെ ഈ മാറ്റം കണ്ട് ഋതിക പോലും ഞെട്ടി ഇങ്ങനെ നോക്കിയിട്ട്, അയ്യോ രാധമ്മയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ രാധമ്മയ്ക്ക് ആ വിളി ഒന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞത് കേട്ടില്ലേടാ, ഇവളെയും വിളിച്ചോണ്ട് ഇറങ്ങാനല്ലയോ പറഞ്ഞത്? രുക്മിണിക്ക് എന്തോ ഒരു സംശയം. ഇങ്ങോട്ട് വന്നിട്ട് രുക്മിണി പറയുക, ഇതേ എനിക്ക് മനസ്സിലായി, അമ്മയും മക്കളും ചേർന്നുള്ള നാടകം കളിയാ. ഇതൊന്നും ഈ രുക്മിണിയുടെ അടുത്ത് ചിലവാകില്ല. അമ്പലത്തിലെ പ്രസാദം തൊട്ടാ നിങ്ങൾ എനിക്ക് വാക്ക് തന്നത്. രുക്മിണി മധുരയരിച്ച കണ്ണകിയാണെന്ന് തോന്നുന്നു. ഭയങ്കര ഉഗ്ര ശാപമൊക്കെ ഇങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ നിന്നെയൊക്കെ ശപിക്കുവാടി, നീയൊക്കെ ഒരു കാലത്തും ഗതി പിടിക്കില്ല. പെട്ടെന്ന് ഒരു പിടി മണ്ണങ്ങോട്ട് വാരിയിട്ട് പറയുന്നത്, ഇതെൻ്റെ മണ്ണാണെങ്കിൽ നീയൊക്കെ ഒരു കാലത്തും ഗതി പിടിക്കില്ലടി, നശിച്ചു പോവടി.
അവസാനത്തെ പ്രാക്കുമാണ്. മധുരയേരിച്ച കണ്ണകിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രുക്മിണിയുടെ ഭാഗത്ത് എന്ത് ന്യായമുള്ളത്? അമ്മയും മോളും കൂടെ കള്ളത്തരം കാണിച്ച ഒരു കുടുംബം വഴിയാധാരമാക്കിയിട്ട് ശപിക്കുന്നു. ഇവിടെ ശാപം എവിടെ ഏൽക്കാന്? കൊള്ളപ്പലിശക്കാരി. രുക്മിണിയുടെ ആ ശാപവാക്ക് കേട്ടപ്പോൾ നമ്മുടെ വേണുവേട്ടൻ അങ്ങ് ചിരി വരുവാണ്. വേണുവേട്ടൻ നല്ല തമാശ പറയാം. പിന്നെ ഇവള് ശപിക്കാനേ വിശ്വാമിത്ര മഹർഷിയുടെ അനിയൻ്റെ ഭാര്യയല്ലയോ? പോയി വേറെ വല്ല പണിയും നോക്കടി പെണ്ണുമ്പിള്ളേ. ഇങ്ങനെ ഒരുമാതിരി ആട്ടാട്ടുന്ന പോലെയാണ് ആട്ടിയത്. അത് കണ്ടപ്പോൾ രമ്യയ്ക്ക് തീരെ സഹിക്കുന്നില്ല. അടുത്ത കണ്ണകിത അവതാരമെടുത്ത് വരുന്നുണ്ട് രമ്യ. ഇവളേക്കാൾ മുന്നേ രാജുവിനെ സ്നേഹിച്ചിരുന്നവളാണ് ഞാൻ. രാജുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി കള്ളത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. എന്നാലും രാജു എനിക്കെൻ്റെ ജീവനായിരുന്നു. എൻ്റെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞവളാടി നീ. എൻ്റെ പ്രാണന് തുല്യം സ്നേഹിച്ചവനെ നീ തട്ടിയെടുത്തു. ഇന്നാ പിടിച്ചോ അടുത്ത ശാപം. എൻ്റെ കണ്ണുനീരിൽ കൈനനച്ച് ഞാൻ പറയുവാ, നിനക്കൊരു കാലത്തും സമാധാനം ഉണ്ടാകില്ലടി. നിലവിളിച്ചുകൊണ്ട് രമ്യ അങ്ങനെ ശപിക്കുന്ന കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. പാവം ഋതിക എത്ര പ്രതീക്ഷയും സങ്കല്പമൊക്കെ ആയിട്ടാണ് ആ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വന്ന് കയറിയപ്പം മുതൽ ആളുമേ അവളെ ശകാരിക്കുവാണ്. കുത്തുവാക്കുകളും ശാപവാക്കുകളും കേട്ട് പാവം ഋതിക പ്രതികരിക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ രാജുവിനെ നോക്കുന്നുണ്ട്, കരയുകയും ചെയ്യുവാണ്. നമ്മുടെ വേണുവേട്ടൻ വീണ്ടും കോമഡി പറയാൻ തുടങ്ങി. അപ്പോഴേ ഈ ശാപക്കാരുടെയൊക്കെ ലിസ്റ്റ് തീർന്നെങ്കിലേ, എടാ രാജു, മോളെയും വിളിച്ചോണ്ട് അകത്തോട്ട് പോടാ. രാധമ്മയും പ്രിയയും വീണ്ടും തുള്ളിക്കൊണ്ട് നിൽക്കുക. രാധമ്മ പറയാ, ഇതിനകത്തോട്ട് ഞാൻ കയറ്റത്തില്ല. പ്രിയയുടെ അഭിപ്രായം എന്തുവാ? ഇതിനകത്തോട്ട് നീ കയറിയിട്ടുണ്ടെങ്കിൽ രാജു നിൻ്റെ കാലിൻ്റെ മുട്ട് ഞാൻ തല്ലിയൊടിക്കും. ഋതിക ഇങ്ങനെ അമ്പരന്ന് നോക്കുക പ്രിയെ. എന്തെല്ലാം ഉപകാരങ്ങളാണ് ആ പ്രിയയ്ക്കും ജയനും വേണ്ടി ഋതിക ചെയ്തത്. നന്ദി കെട്ട ജന്മങ്ങൾ അതൊക്കെ അങ്ങ് മറന്നു. കൊച്ചമ്മണിയും ജോക്കൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അവളൊരു കാലിൻ്റെ മുട്ട് തല്ലി ഓടിക്കാൻ പോകുന്നു. എടി, രാജുവിൻ്റെ ചെലവിൽ കഴിയുന്ന നീ അവൻ്റെ മുട്ടോടെ തല്ലി ഓടിക്കാൻ പോവാണോ? നാണം ഉണ്ടോടി നിനക്ക്? അതും കേട്ടോണ്ട് നിൽക്കുന്നു എൻ്റെ മോനെന്നും പറഞ്ഞ പിണ്ണാക്കുമാടൻ. എടാ പോങ്ങ, പറഞ്ഞില്ലെന്ന് വേണ്ട, പെണ്ണുമ്പിള്ളെ നിലയ്ക്ക് നിർത്ത്, അല്ലെങ്കിലേ നീയും അവളും പട്ടിണിയായി പോവും എന്നും പറഞ്ഞ് കൊച്ചമ്മണി അകത്തോട്ടം കയറിപ്പോയി. രാധമ്മയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. രാധമ്മ വീണ്ടും രാജുവിനോട് പറയാം, എടാ നീ ഈ പെണ്ണിനെയും വിളിച്ചോണ്ട് ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോവും. അത് കേട്ടിട്ട് പ്രിയം ഞങ്ങളും ഇറങ്ങിപ്പോവും. അപ്പം നമ്മുടെ വേണുവട്ടം പറയുന്നു, ആഹാ നല്ല കാര്യം, നീ പോകുമ്പോഴേ നിൻ്റെ ഭർത്താവിനെയും കൂടെ വിളിച്ചോണ്ട് പോണേ. എവിടെ പോകാന്? രാജുവിനെ ചൊറിഞ്ഞ് തിന്നുകൊണ്ടിരിക്കുന്ന ഇവർ എവിടെ പോകാന്? എടാ രാജു, നിൻ്റെ അച്ഛനാ പറയുന്നത്. നീ എന്തിനാടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ന്യായമല്ലാത്ത കാര്യം അമ്മയല്ല മറ്റാര് പറഞ്ഞാലും അംഗീകരിക്കാൻ പോകരുത്. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ളവനാ നീ. അന്തസ്സായിട്ട് ജോലി നോക്കി ഈ കുടുംബം പോറ്റുന്നവനാ നീ. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുന്ന നിൻ്റെ അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ഋതുമോളെയും വിളിച്ചോണ്ട് നീ അകത്തോട്ട് പോടാ. രാധമ്മ പറയാ, അവൻ അതിനുള്ള തൻ്റെ ഇടം ഉണ്ടോയെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. രാജുവിന് അതിനൊക്കെയുള്ള തൻ്റെ ഇടം ഉണ്ട് രാധമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൊച്ചമ്മണി നിലവിളക്കുമൊക്കെ കത്തിച്ചിങ്ങനെ വരുവാണ്. അത് കാണുമ്പോൾ വേണുവേട്ടൻ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് വാടാ ഇങ്ങോട്ട് എന്ന് പറയുകയും രാജു ഋതികയുടെ കയ്യെ മുറുക്കി പിടിച്ചോണ്ട് മുന്നോട്ട് നടക്കുവാണ്. മുന്നിൽ നിൽക്കുന്ന രാധമ്മയും പ്രിയയൊക്കെ അങ്ങോട്ട് തള്ളുവാണ് നമ്മുടെ വേണുവേട്ടൻ. എന്നിട്ട് വലിയ സന്തോഷത്തോടെ മോനെയും മരുമകളെയും കൊണ്ട് വേണുവേട്ടൻ നിലവിളക്ക് വാങ്ങിച്ച് ഋതികയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കൊച്ചമ്മണി കത്തിച്ച് വെച്ച നിലവിളക്ക് നമ്മുടെ ഋതികയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. ഋതിക രാജുവിനെ നോക്കുമ്പോൾ രാജു ചിരിച്ചുകൊണ്ട് തന്നെ ഋതികയോട് പറയുന്നു വാങ്ങിച്ചോന്ന്. അങ്ങനെ രണ്ട് കൈ കൊണ്ട് ഋതിക നിലവിളക്കൊക്കെ വാങ്ങിച്ച് അകത്തോട്ട് കയറി പോവുകയാണ്. ആ രംഗം കണ്ട് സഹിക്കാൻ വയ്യാതെ രമ്യ ഇങ്ങനെ തകർന്നു നോക്കി നിൽക്കുവാണ്. അതിനിടയ്ക്ക് കൊച്ചമ്മണി പറയുന്നുണ്ടായിരുന്നു, മോളെ വലതുകാല് വെച്ച് അകത്തോട്ട് കയറണം. ചില പിശാചുക്കൾ പോയി കിട്ടാൻ വേണ്ടി മോള് ദൈവത്തെ നല്ലോണം പ്രാർത്ഥിക്കുകയും ചെയ്യണേ. ഇതൊക്കെ രമ്യയും രുക്മിണിയെ നോക്കിയാണ് പറയുന്നത്. സകല പ്രതീക്ഷകളും തകർന്ന് മണ്ണടിഞ്ഞു പോയത് ആ കോപത്തിൽ രാധമ്മ ഇങ്ങനെ കണ്ണും മുളച്ചിങ്ങനെ നിൽക്കുന്നു. അതേപോലെ തന്നെ രുക്മിണിയും രമ്യയും അവിടുത്തെ പ്രിയയും ശ്രീലക്ഷ്മിയും എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇതിൽ കൂടുതലൊന്നും ഇനി അവിടെ നിന്ന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് രമ്യ പറയുക, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് രമ്യ പോകുമ്പോൾ മോളെ രമ്യ എന്ന് രാധമ്മ വിളിക്കുന്നുണ്ട്. പുറകിന് രുക്മിണി ഓടുക, മോളെ നിൽക്കവിടെന്നും പറഞ്ഞ് ഓടുന്നുണ്ട് രുക്മിണി. രമ്യ മുറിക്കകത്തോട്ട് വന്നിട്ട് പറയുന്ന, തകർക്കും ഞാൻ, എല്ലാത്തിനെയും തകർക്കും, എല്ലാത്തിനെയും കൊല്ലും ഞാൻ, എന്നിട്ട് ഞാനും ചാവും എന്നും പറഞ്ഞ് രമ്യ ആ റൂമിലിരിക്കുന്ന പല സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ഉടയ്ക്കുവാണ്.
മോളെ നീ എന്തുവായി കാണിക്കുന്നു എന്നും പറഞ്ഞ് രുക്മിണി രമ്യയെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ രുക്മിണിയെ പിടിച്ച് തള്ളുന്നുണ്ട് രമ്യ. എനിക്കിനി ജീവിക്കണ്ട, ഈ നാണക്കേട് ഇനി ഞാൻ എങ്ങനെ സഹിക്കും? രുക്മിണി മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ആ രാജു വലിച്ചുകൊണ്ടുവന്ന ആ പെണ്ണില്ലേ, അവൾ ഇടിവെട്ടിച്ചാകും. ആ വേണുവിൻ്റെ കുടുംബം നശിച്ച് വെണ്ണീറാകും. വേണ്ട, എനിക്കിനി ജീവിക്കണ്ട എന്നും പറഞ്ഞവൾ പല സാധനങ്ങൾ എറിഞ്ഞ് ഉടയ്ക്കുവാണ്. മോളെ ഒന്ന് അടങ്ങു മോളെ എന്നും പറഞ്ഞ് രുക്മിണി അവളെ പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. വിടമ്മേ മാറമ്മേ എന്നും പറഞ്ഞ് പിടിച്ച് തള്ളിയിട്ടവൾ മുകളത്തെ നിലയിലോട്ട് ഓടിപ്പോവാണ്. രുക്മിണി അവിടെ പുറകിനെ വെച്ച് പിടിച്ച് ഓടുവാണ്. രമ്യയെ അവിടെ നിൽക്കുമോളെ, ഞാൻ പറയുന്ന കേൾക്കുമോളെ എന്നൊക്കെ പറയുന്നെങ്കിലും രമ്യ എളുപ്പം ഓടിച്ചെന്ന റൂമിനകത്തോട്ട് കയറി റൂമിന് കുറ്റി അങ്ങിട്ട്. മോളെ രമ്യയെ വാതിൽ തുറക്ക്, എൻ്റെ പൊന്നുമോളല്ലേ, മോളെ രമ്യയെ വാതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് രുക്മിണി അവിടെ കിടന്ന് ബഹളം വെച്ച് കരയുവാണ്. കല്യാണം കഴിഞ്ഞ നവവധു വീട്ടിൽ വന്നാൽ എത്ര സന്തോഷത്തോടെ അമ്മായിയമ്മ സ്വീകരിക്കും, പാലും പഴവും കൊടുക്കും. ഇതൊന്നുമില്ല. ശകാരവാക്കും കുത്തുവാക്കും ശാപവുമാണ്. അതെല്ലാം വാങ്ങിക്കെട്ടിക്കൊണ്ട് പാവം ഹൃദയ ആ മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുവാണ്. രാധമ്മ അവിടെ നിന്നുകൊണ്ട് രാജുവിനോടും വേണുവേട്ടനോടും എല്ലാവരോടും പറയുക, രാജു രമ്യ കല്യാണം കഴിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചതേ എനിക്കൊന്നും നേടാനല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലയോ? ശ്രീലക്ഷ്മിയുടെയും ഹരീഷിൻ്റെയും കാര്യത്തിലൊരു നീക്കുപോക്കുണ്ടായാനെ, അവരൊന്ന് രക്ഷപ്പെട്ടാനെ. അപ്പോഴും അവൾക്ക് രാജുവിൻ്റെ കാര്യത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല. ഇവനിപ്പോൾ ഈ പിള്ളേരുടെ ഭാവിയും കൂടെ തൊലച്ചില്ലേ. അത് കേട്ടപ്പോൾ നമ്മുടെ വേണുവേട്ടൻ പറയുന്നു, അവരുടെ ഭാവിയൊക്കെ അവർ നോക്കിക്കോളും. അവരുടെ ഭാവി നന്നാക്കാൻ വേണ്ടി രാജുവിൻ്റെ ഭാവി നശിപ്പിക്കണമെന്നാണോ നീ പറഞ്ഞത്? എൻ്റെ മോനെ വണ്ടിക്കാളയൊന്നും അല്ല ഈ വീട്ടിലെ ഭാരമെല്ലാം കൂടെ ചുമക്കാൻ. ഹരീഷ് ശ്രീലക്ഷ്മിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ ശ്രീലക്ഷ്മിയുടെ കാര്യം നോക്കേണ്ടത് ഹരീഷാണ്. അതവൻ നോക്കിക്കോളും. വലിയൊരു മാനസ്ഥനെ പോലെ ഹരീഷ് പറയുക, എന്നെയും ശ്രീയെയും രക്ഷിക്കണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അവൻ്റെ കല്യാണം നടത്തി കൊടുത്തതേ നമ്മുടെ പാവം ഹൃതികയാണ്. അത് അവനും മറന്നു, അവളും മറന്നു. ശ്രീയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ രാജുവേട്ടൻ ചെയ്തത് വല്ലാത്തൊരു ചതിയായിപ്പോയി. അതിലെനിക്ക് വല്ലാത്ത വിഷമവുമുണ്ട്. വേണുവേട്ടൻ പറയാം, അല്ല എല്ലാവരും പറയുന്നുണ്ടല്ലോ രാജു ചെയ്തു എന്ന്. രാജു എന്തു ചെയ്തെന്നാ? അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല രമ്യയെ കല്യാണം കഴിച്ചോളാമെന്ന്. കൊച്ചമ്മണി പറയാം, അത് പറഞ്ഞത് സത്യമാണ്. കാര്യം അറിയാതെ ഞാനും അവനോട് പറഞ്ഞ് രമ്യയെ കല്യാണം കഴിക്കണമെന്ന്. അത് സാധ്യമല്ല. ഇവൻ എൻ്റെ മുഖത്ത് നോക്കി അപ്പോഴേ പറഞ്ഞു. കല്യാണം വരെ എത്തിച്ചിട്ട് അവരെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയത് വളരെ മോശമായി പോയളിയ എന്ന് ജയൻ പറയുക. അവരിനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ മോനെ ജയ, കൊള്ളപ്പലിശ വാങ്ങി നാട്ടുകാരുടെ കഴുത്തറുത്ത് ജീവിക്കുന്നവളാ രുക്മിണിയും മോളും. അതുകൊണ്ടേ അവർക്കിതൊന്നും ഒരു നാണക്കേടേ അല്ല. ഇത് കേൾക്കുമ്പോൾ ശ്രീലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഹരീഷല്ലേ അടുത്ത് നിൽക്കുന്നത്, ഹരീഷിൻ്റെ അമ്മയെക്കുറിച്ചല്ലേ പറയുന്നത്. ഈ തള്ളയോട് മര്യാദയ്ക്കിരിക്കാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ ഇവരുടെ മുഖത്ത് നോക്കി എൻ്റെ വായി വരുന്നൊക്കെ വിളിച്ചു പറയും. രാധമ്മയ്ക്ക് വീണ്ടും വട്ടളായി കഴിഞ്ഞ്. എടാ നിന്നോടാ പറഞ്ഞ് ആ പെണ്ണിനെയും വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാ. അമ്മ ഞാൻ അവളെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ? പ്രിയ പറയുക, നീ എങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ അവളെയും കൊണ്ട് നീ ജീവിക്കാൻ പറ്റത്തില്ല. എടി അത് നീയാന്നോടി തീരുമാനിക്കുന്നത്? ഇവിടെ കിടന്ന് നീ കൂടുതൽ വളഞ്ഞാലുണ്ടല്ലോ നിന്നെ നിൻ്റെ ഭർത്താവിനെ ഞാനിവിടെ നിന്ന് ഇറക്കി വിടും. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. ഋതിക മോള് ആ കൊച്ചിൻ്റെ ഭർത്താവായ രാജുവിൻ്റെ കൂടെ ഇവിടെ ജീവിക്കും. നമ്മുടെ കൊച്ചമ്മണിക്ക് കിട്ടിയ ചാൻസ് ഒന്നും വെറുതെ വിടുന്നില്ല. കൊച്ചമ്മണി പറയുക, അച്ഛൻ പറഞ്ഞത് ശരിയല്ലയോടാ, ഇങ്ങനെ അന്തസ്വാഭിമാനമില്ലാത്ത പെണ്ണുമ്പിള്ളയും വിളിച്ചോണ്ട് ഇറങ്ങി പോടാ വെളിയിലോട്ട് ജയനോട് പറയുക. എന്നിട്ട് നിങ്ങളെന്തിനമ്മ ഇവിടെ നിൽക്കുന്നത്? ജയൻ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയുക, അതെ ഞാനിവിടുത്തെ ഗസ്റ്റാടാ. രാധമ്മ വീണ്ടും തുള്ളിക്കൊണ്ട് പറയുക, നിങ്ങളാരും ഇവിടെ നിന്ന് ഇറങ്ങണ്ട. എൻ്റെ അനുവാദമില്ലാതെ ഇവൻ വിളിച്ചോണ്ട് വന്ന പെണ്ണിനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. നമ്മുടെ വേണുവേട്ടൻ വിട്ടുകൊടുക്കുമോ? ആഹാ, ഈ ഋതിയമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെങ്കിലേ നീ ഇനി ഒരു ജന്മം കൂടെ ജനിക്കണേ രാധമ്മേ. എൻ്റെ രാധമ്മയ്ക്ക് ബോധമൊന്നുമില്ലയോ? ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുമോ? മഹാലക്ഷ്മി പോലല്ലേ ആ മോളിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കൊച്ചമ്മണി പറയുന്നുണ്ട്. എങ്കിൽ ആ മഹാലക്ഷ്മി എനിക്ക് വേണ്ട. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങും. ഞാൻ ഹരീഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും കൂടെ പോകും. ആഹാ, നീ എന്നെ അങ്ങനെ അങ്ങ് വെല്ലുവിളിച്ച് പോകുമോടി രാധമ്മേ? ആ ഞാൻ പോകും. അച്ഛനും മോനും മരുമകളും കൂടെ ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി. വാ ഹരീഷേ നമുക്ക് പോകാം എന്നും പറഞ്ഞ് രാധമ്മ ഹരീഷിനെയും ശ്രീലക്ഷ്മിയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ വേണുവേട്ടൻ പറയുന്നു, കേരടിയകത്തോട്ട്. ഇല്ല പറഞ്ഞില്ലേ ഞാൻ പോവുകയാണ്. ഒരൊറ്റ അടി വെച്ചു കൊടുക്കുവാണ് ചെവിക്കുറ്റിക്ക് വേണുവേട്ടൻ രാധമ്മയുടെ. ആ അടി കൊണ്ടതും രാധമ്മ അങ്ങ് ബോധം കെട്ട് വീഴുവാണ്.
അയ്യോ അമ്മേ അമ്മേ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അകത്തുനിന്ന് നമ്മുടെ ഋതികയും കേട്ടോണ്ട് ഓടി വരുവാണ്. അയ്യോ രാധമ്മേ, എന്തിനാ വേണുവെങ്കിലെ അമ്മയെ അടിച്ച് എന്നൊക്കെ ഋതികയും ചോദിക്കുന്നുണ്ട്. പക്ഷേ വേണുവേട്ടൻ ഇത് നേരത്തെ 2 കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ആ വീട്ടിലുണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലയോ? ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കമൻസ് ഇടണേ. അപ്പോൾ രാധമ്മയുടെ ബോധം തെളിയുമ്പോൾ രാധമ്മയുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.